പാതകളും മനുഷ്യരിലേക്കും വീണ്ടും സ്വാഗതം. തഞ്ചാവൂർ യാത്ര തുടരുകയാണ്. തഞ്ചാവൂരിൽ അശോകുമാറിനൊപ്പം അലഞ്ഞു നടന്നതിൻ്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. അദ്ദേഹവുമായി നടന്നുകൊണ്ടിരിക്കെ, അദ്ദേഹവുമായി അലഞ്ഞുകൊണ്ടിരിക്കെ നേരത്തെ പറഞ്ഞ മേലെ തെരുവ് അഥവാ പടിഞ്ഞാറേ തെരുവ്, മേലെ തെരുവ് എന്ന് തമിഴിൽ പറയുന്നത് പടിഞ്ഞാറേ തെരുവ് എന്നാണ് മലയാളത്തിൽ അർത്ഥം. പടിഞ്ഞാറേ തെരുവിൽ അലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീടിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തേര് കണ്ടു. പാലക്കാട് കൽപ്പാത്തിയിലും മറ്റ് പല സ്ഥലങ്ങളിലും ഇത്തരം തേരുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഉസ്താദ് ബിസ്മില്ല ഖാൻ മുഹറം സമയത്ത് ഇത്തരത്തിലുള്ള തേര് വലിക്കുന്ന, വാരണസിയിൽ തേര് വലിക്കുന്നതിൽ പങ്കാളിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പല വിശ്വാസങ്ങളിലും ഈ തേരുകൾ കടന്നു വരാറുണ്ട്. അപ്പോൾ ഈ തേര് ഒന്ന് കാണാം എന്ന് അശോകുമാർ എന്നോട് പറഞ്ഞു. ഇതൊരു ഇപ്പോൾ തെരുവിലേക്ക് വരാതെ ഒരു സ്ഥലത്ത്, അതൊരു വലിയ ഒരു തറ കെട്ടിയുണ്ടാക്കി ഉയരത്തിലാണ് ഈ തേര് ഇരിക്കുന്നത്. അപ്പോൾ തേര് കാണാൻ വേണ്ടി കയറി, ഒരു കോമ്പൗണ്ടിനകത്തേക്ക് കയറി, സ്റ്റെപ്പുകൾ കയറി, പടികൾ കയറി മുകളിൽ ചെന്നാണ് ഈ തേര് കാണുന്നത്. അപ്പോൾ ആ തേര് അവിടെ ഇങ്ങനെ നിശ്ചലമായി കിടക്കുന്ന ഒരു തേരാണ്. അപ്പോൾ തേരിൽ ചെറിയ കൊത്തുപണികളുണ്ട്. ഇതെല്ലാം കണ്ടതിന് ശേഷം താഴേക്ക് വീണ്ടും ആ പടികൾ ഇറങ്ങി ഒരു തിരിവിൽ, ആ കോമ്പൗണ്ടിൻ്റെ പുറത്തേക്കുള്ള വഴിയിൽ ഒരു ശിലാഫലകം കാണുകയുണ്ടായി. അത് തഞ്ചാവൂർ കോർട്ടറ്റ് എന്ന തലക്കെട്ടിലുള്ള ഒരു ഫലകമാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് വായിച്ചു, ഇതെന്താണ്. അപ്പോൾ അതിനോട് ചേർന്ന് ഒരു പഴയ തമിഴ് വീടുണ്ട്. ആ വീട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 4 സഹോദരങ്ങളായ 4 കലാകാരന്മാരുടെ വീടായിരുന്നു. 19ാം നൂറ്റാണ്ടിൽ മുത്തുസ്വാമി ദീക്ഷിതർ എന്ന് പറയുന്ന കർണാടക സംഗീതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച, അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹം വാങ്ങിയ 4 കലാകാരന്മാർ, സഹോദരങ്ങളാണ് അവർ. ആ 4 കലാകാരന്മാരുടെ വീടാണ് യഥാർത്ഥത്തിൽ അവരുടെ തറവാട് വീടാണത്. ചിന്നയ്യ, പൊന്നയ്യ, ശിവാനന്ദം, വടിവേലു എന്ന 4 പേരാണ് ആ സഹോദരങ്ങൾ. അപ്പോൾ ആ വീട്ടിനകത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ എട്ടുകെട്ടിലേക്ക് കയറിയ പോലെ ആ വീട്ടിനകത്തേക്ക് കയറുകയും, അപ്പോൾ ഈ വീടിൻ്റെ അധിപനായ, അല്ലെങ്കിൽ ആ വീട്ടിലെ വീട്ടുകാരനായ, ആ വീടിൻ്റെ ഇപ്പോഴത്തെ ഉടമയായ ഒരാൾ പുറത്തേക്ക് വന്നു. അദ്ദേഹം KPK ചന്ദ്രശേഖരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. KPK ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ കിട്ടപ്പപ്പിള്ള എന്ന് പറയുന്ന ആളാണ്. കിട്ടപ്പപ്പിള്ളയുടെ മകനാണ് ചന്ദ്രശേഖരൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ കിട്ടപ്പപ്പിള്ള എന്ന് പറയാറുണ്ട്. ചന്ദ്രശേഖരൻ കിട്ടപ്പപ്പിള്ള എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇദ്ദേഹം ഇപ്പോൾ കർണാടക സംഗീതവും നൃത്തവും പഠിപ്പിക്കുന്ന നാട്യാചാര്യനാണ്. ഇദ്ദേഹം പലതവണ കേരളത്തിൽ വരികയും പണ്ട് മുതലേ ഈ കുടുംബത്തിന് കേരളവുമായി ബന്ധമുണ്ട്. കാരണം ഇവരുടെ ഈ പ്രത്യേകിച്ചും തിരുവിതാംകൂർ രാജകുടുംബവുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ 4 വളരെ പ്രശസ്തരായ 4 സഹോദരങ്ങൾ, ഈ അവരുടെ വീടാണിത് എന്ന് നേരത്തെ പറയുന്നുണ്ടായല്ലോ. ആ സഹോദരങ്ങളാണ് കർണാടക സംഗീതത്തെ വലിയ തോതിൽ വികസിപ്പിച്ചത്. ഒപ്പം ഭരതനാട്യത്തെ വികസിപ്പിച്ചതും ഈ കുടുംബമാണ്. അതിനുമൊപ്പം മറ്റൊരു കാര്യമുള്ളത്, മോഹിനിയാട്ടത്തെ, അതായത് ഭരതനാട്യത്തിൽ കഥകളിയുടെ അംശങ്ങൾ ചേർത്ത് മോഹിനിയാട്ടത്തെ വികസിപ്പിച്ചതും തൻ്റെ കുടുംബമാണ് എന്ന് ചന്ദ്രശേഖരൻ ഞങ്ങളോട് പറയുകയുണ്ടായി സംസാരമധ്യേ. ഈ വീട്ടിലും ചുമരിൽ നിറയെ ചിത്രങ്ങളുണ്ട്. പല ആളുകൾ വന്നിട്ടുള്ള, ആ വീട് സന്ദർശിച്ചതിൻ്റെയും ഈ വീട്ടിലുള്ള ആളുകൾ, ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള, കിട്ടപ്പപ്പിള്ള ഉൾപ്പെടെയുള്ള ആളുകൾ മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെയൊക്കെ സന്ദർശിക്കുന്നതിൻ്റെയൊക്കെ നിറയെ ഫോട്ടോഗ്രാഫുകളുണ്ട്. അപ്പോൾ അതിൽ ഒരു ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് വൈജയന്തി മാല ആ വീട്ടിൽ വന്നതിൻ്റെ ഒരു പടമാണ്. വൈജയന്തി മാല എന്ന് പറയുന്നത് ഒരു കാലത്ത് നമ്മുടെ ബോളിവുഡ് സിനിമകളിലും ഒക്കെ വളരെ നിറഞ്ഞു നിന്ന വൈജയന്തി മാല. അപ്പോൾ അവർ എങ്ങനെയാണ് ആ ഫോട്ടോഗ്രാഫ് അവിടെ വന്നത് എന്ന് ഞാൻ ചന്ദ്രശേഖരനോട് ചോദിച്ചു. അപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, അവർ നൃത്തം പഠിച്ചത് ഇവിടെ നിന്നാണ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നിട്ടാണ്, എൻ്റെ അച്ഛനിൽ നിന്നാണ് അവർ നൃത്തം പഠിച്ചത്. അവരിവിടെ വരാറുണ്ടായിരുന്നു.
അച്ഛൻ്റെ മരണശേഷവും ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരികയും ഞങ്ങളുടെ കുടുംബമായിട്ട് ചിലപ്പോൾ സമയം പങ്കിടാറൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ എടുത്തൊരു ഫോട്ടോ ആണ് ഇത് എന്നാണ്. എന്താണ് ഈ 4 സഹോദരങ്ങളുടെ അവർ കലയ്ക്ക് വേണ്ടി ചെയ്ത കാര്യം എന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ കർണാടക സംഗീതമാണ്, അതൊരു വളരെ ഇന്നും അന്നും ഒരു ജനപ്രിയ സംഗീതമല്ല, ശാസ്ത്രീയ സംഗീതമാണ്. അതിൽ തന്നെ മുഴുകി ജീവിച്ച 4 സഹോദരങ്ങൾ. അവർ സംഗീതം ഡെവലപ്പ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അവർ നൃത്തം ഡെവലപ്പ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഇതിനെല്ലാം തമിഴ്നാട്ടിലെയും കേരളത്തിലെയും രാജകുടുംബങ്ങളുമായി ബന്ധവുമുണ്ട് എന്നുള്ളതാണ്. അതായത് ആ കാലത്ത് നേരത്തെ പറഞ്ഞ 4 സഹോദരങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് അവർ കേരളത്തിലേക്ക് വരികയും കേരളത്തിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ രാജ കൊട്ടാരത്തിൽ കച്ചേരികളും നൃത്ത പരിപാടികളും നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് മോഹിനിയാട്ടം എന്ന ഒരു സങ്കല്പത്തിലേക്ക് തന്നെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഈ രാജകുടുംബത്തിലെ ആരെങ്കിലും ആയിരിക്കും നിർദ്ദേശിച്ചിട്ടുണ്ടാവുക, അങ്ങനെ ഒന്ന് അവർ ആ കുടുംബം ചിട്ടപ്പെടുത്തിയെടുത്തത് എന്ന് പറയുന്നുണ്ട്. ഇത് കേരളത്തിൽ മോഹിനിയാട്ടം പഠിപ്പിക്കുന്ന ഇന്ന് കേരളത്തിൽ കലാമണ്ഡലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മോഹിനിയാട്ടം പഠിപ്പിക്കുന്നുണ്ട്. അവർ ഈ വാദത്തോട് അംഗീകരിക്കുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം മോഹിനിയാട്ടം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഇത് ചന്ദ്രശേഖരൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ക്വാർട്ടറ്റ് എന്ന് പറയുന്ന ആ വീടിനകത്ത് ഒരു കാലത്ത് ഇന്ന് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ മകൾ ചിത്ര ചന്ദ്രശേഖരൻ ദശരഥി എന്നാണ്, വളരെ ചെറുപ്പക്കാരിയാണ്, അവർ നർത്തകിയാണ്. അപ്പോൾ അവരും ഈ അടുത്ത കാലത്ത് അവർ കേരളത്തിൽ വരികയും തിരുവനന്തപുരത്ത് രാജകൊട്ടാരത്തിൽ തിരുവനന്തപുരം കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ അവർ പെർഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ തമിഴ്നാടും തഞ്ചാവൂരും കേരളവുമായി ഉണ്ടായിരുന്നൊരു ബന്ധം, ഈ തഞ്ചാവൂർ കേരള ബന്ധത്തെക്കുറിച്ച് പലതരം നോവലുകളിലും തമിഴ് നോവലുകളിലും ചില മലയാളം നോവലുകളിലും പരാമർശങ്ങളുള്ളതാണ്. അത് അത്തരം നോവലുകളുടെ വായിച്ചിട്ടുള്ളവർക്കത് ഓർമ്മയിൽ കാണും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് എന്തായിരിക്കും നമുക്ക് ആലോചിക്കുക. ഇവർ പലതരത്തിലുള്ള പഴയകാലത്തെ പല ആഖ്യാനങ്ങൾ, ആ കാലത്തെ അനുഭവങ്ങൾ, രാജകുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ രാജകുടുംബങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഈ 4 സഹോദരങ്ങളുടെ ഈ കുടുംബത്തെ സഹായിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്തത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, എല്ലാ ഭരണകൂടങ്ങളെ സംബന്ധിച്ചും കല ഒരു പ്രധാനപ്പെട്ട ഉപകരണമായിരുന്നു എന്നതാണ്. ജനങ്ങളെ അടക്കി നിർത്താനോ ജനങ്ങൾക്ക് ആനന്ദം നൽകാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിനോദം നൽകാനോ കലയല്ലാതെ മറ്റൊന്നും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല, ഇന്നുമില്ല. ഇത് രാജകുടുംബങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പഴയ രാജകുടുംബങ്ങൾ, നമ്മൾ ലോകത്ത് എവിടെ പോയാലും രാജകുടുംബങ്ങളുടെ ദർബാറുകളിൽ അവരുടെ വലിയ വലിയ ഹാളുകളിൽ നടന്നിട്ടുള്ള പലതരം കലാപ്രകടനങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. അത് യൂറോപ്പിലായാലും ആഫ്രിക്കയിലായാലും അറബ് രാജ്യങ്ങളിലായാലും നമ്മുടെ ഇന്ത്യയിലായാലും എവിടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും കലയെ എങ്ങനെയാണ് ഭരണകൂടങ്ങൾ, ആ കാലത്തെ രാജഭരണകൂടങ്ങളും ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ ഓരോ കലാപ്രകടനവും എങ്ങനെയാണ് അവിടെയുള്ള മനുഷ്യർ വീക്ഷിച്ചത്, അതാണ് മറ്റൊരു കാര്യം. അതും ആ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കാൻ ശ്രമിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കൊട്ടാരത്തിൽ കലാപ്രകടനം നടക്കുമ്പോൾ ഏറ്റവും മുന്നിലിരുന്ന് രാജാവ് കാണുന്നു, രാജ്ഞി കാണുന്നു, അതിൻ്റെ തൊട്ടുപിറകിൽ പ്രഭുക്കന്മാർ, ഇങ്ങനെ വന്ന് സാധാരണ പൗരന്മാർ, സാധാരണ മനുഷ്യർ, പൗരർ എന്ന് വിളിക്കാൻ കഴിയില്ല, അന്ന് പൗരന്മാരില്ല, പ്രജകളാണ്. സാധാരണ പ്രജകൾ, അതിൽ തന്നെ തൊഴിലാളികൾ, അതിൽ തന്നെ കീഴ്ജാതിക്കാർ, അവർ ഇത്തരം കലാപ്രകടനങ്ങൾ കണ്ടിരുന്നുവോ, അവരെ ഇത് കാണാൻ അനുവദിച്ചിരുന്നുവോ എന്ന ചോദ്യമാണ് എൻ്റെ മനസ്സിൽ ഉണ്ടായത്. അപ്പോൾ ഞാനത് ചന്ദ്രശേഖരനോട് ചോദിച്ചു. പഴയ കഥകളൊക്കെ കേൾക്കുമ്പോൾ അന്നത്തെ സാധാരണ തൊഴിലാളികൾക്ക് ഇത്തരം കലാപ്രകടനങ്ങൾ, അത് ഭരതനാട്യമോ മോഹിനിയാട്ടമോ കർണാടക സംഗീത കച്ചേരിയോ ഒക്കെ കേൾക്കാൻ കഴിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് നൽകിയ മറുപടി അതിനെക്കുറിച്ച് വളരെ വിശദമായി അറിയില്ല, പക്ഷേ
ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യർക്ക് അന്ന് ഇതൊന്നും കാണാൻ കഴിഞ്ഞിരിക്കില്ല എന്നൊരു സൂചന മാത്രം അദ്ദേഹം സംസാരത്തിൽ നൽകി. ഇന്നും കലയെ സംബന്ധിച്ചുള്ള എല്ലാ സംവാദങ്ങളിലും എല്ലാ വിനിമയങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, കല ഇന്ന് ഒരു ജനാധിപത്യത്തിൻ്റേതായ ഭാഗമായി കല ആർക്കും വേണമെങ്കിൽ ആസ്വദിക്കാൻ കഴിയും എന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്നാൽ രാജഭരണം നിലനിന്നിരുന്ന കാലത്ത് നടന്നിരുന്ന സംഗീത കച്ചേരികൾ, അതേപോലെ നൃത്ത പരിപാടികൾ, അത്തരത്തിൽ പലതരം കലാപ്രകടനങ്ങളും അവിടെ ഉണ്ടായിരുന്ന പ്രജകളിലെ ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവർക്ക് ഇത് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. അവർ ജാതിയാലും മറ്റും അകറ്റി നിർത്തപ്പെട്ടിരുന്നു എന്ന വസ്തുതയിലേക്കാണ് ആ വീട്ടിൽ നിൽക്കുമ്പോഴും അത്രയും സമ്പന്നമായ കലാപാരമ്പര്യത്തെ അറിയാൻ ശ്രമിക്കുമ്പോഴും രാജഭരണം നിലനിന്നിരുന്ന കാലത്ത് സാധാരണ മനുഷ്യർക്ക് ഇത് പ്രാപ്യമായിരുന്നുവോ? പിൽക്കാലത്തും, അത് ജനാധിപത്യത്തിൻ്റെ കാലത്തും എല്ലാ കലയും എല്ലാവർക്കും പ്രാപ്യമായിരുന്നില്ല. കാരണം അതിനകത്ത് കലയിൽ തന്നെ അങ്ങനെയുള്ള വിഭജനങ്ങളുണ്ടായിരുന്നു. ഇന്ന് ആ വിഭജനം കുറേയൊക്കെ മാഞ്ഞ് പോകുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് തഞ്ചാവൂർ ക്വാർട്ടറ്റ് എന്ന നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ വീട്ടിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇത്തരത്തിൽ കലയുടെ വികാസവും കലയുടെ പരിണാമത്തിനോടൊപ്പം ഈ കല ആർക്കൊക്കെ കാണാൻ കഴിഞ്ഞു, ആർക്കൊക്കെ ആസ്വദിക്കാൻ കഴിഞ്ഞു, ആർക്കൊക്കെ കാണാൻ കഴിഞ്ഞില്ല, ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്നതിനെക്കുറിച്ചും അല്പനേരം ആലോചിച്ചു പോയി.